പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി ഡോക്ടർമാരുടെ കുറവ് ഉടൻ പരിഹരിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യും. ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. ഇന്നലെ മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഞാൻ കാലത്തും വിളിച്ചു. അപ്പോൾ അടിയന്തരമായി എന്തെങ്കിലും തരത്തിൽ പരിഹരിക്കാമെന്ന് അവരെ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഉണ്ടാകുന്നതാണ് പ്രതീക്ഷ. ഞാൻ രണ്ടായാലും തിങ്കളാഴ്ച ഞാൻ നേരിട്ട് കാണുകയും ചെയ്യും. ഞാനിപ്പോൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് സൂപ്രണ്ട് അടുത്ത്. ആ റിപ്പോർട്ട് ചോദിച്ചിട്ട് അതനുസരിച്ചിട്ട് ഞാൻ ഒരു ശക്തമായ ഒരു ഇടപെടൽ നടത്തും. ആലപ്പുഴ കായംകുളത്ത് കാണാതായ ഇപ്പോൾ കണ്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഏതായാലും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യം. അപ്പോഴും അതിനുള്ള പരിഹാരം നീളുന്നു എന്നുള്ളതാണ്. എന്താണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തുടർ നടപടി വൈകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അത് ഉടൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ടോ പ്രസാദ്? ലക്ഷ്മി, മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം പറയുന്നു. അപ്പോഴും ഒരാളെ അധികമായി നിയമിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നവും. മന്ത്രി നേരത്തെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ മന്ത്രിക്ക് ലഭിച്ച മറുപടി അവിടെ പകരം ഒരാളെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അതാണ് മന്ത്രിക്കും ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ജില്ലാ സൂപ്രണ്ടുമായി സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് നേരത്തെ തന്നെ നിയമിച്ചിട്ടുള്ള ഒരാളാണ്. രണ്ടുപേർ പോയപ്പോൾ പകരം വന്ന ആളാണ്. ഇനി ഒരാൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ അല്പമെങ്കിലും ശരിയായ രീതിയിൽ നടക്കൂ. അതല്ലെങ്കിൽ അമിത ജോലിഭാരം കൊണ്ട് തന്നെ നിലവിലെ ഡോക്ടർ ഏറെ ബുദ്ധിമുട്ടുന്നു. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ബുദ്ധിമുട്ട് രോഗികൾക്കുമുണ്ട്. ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് OP. അതോടൊപ്പം ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 4 മാസം വരെ നീളുന്ന സാഹചര്യവുമുണ്ട്. അത് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. മന്ത്രി കെ കൃഷ്ണൻകുട്ടി സജീവമായി ഇടപെടുമെന്നാണ്. തിങ്കളാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.